ജൂൺ 9 വിശുദ്ധ അപ്രേം. പരിശുദ്ധാത്മാവിൻ്റെ വീണ, പൗരസ്ത്യ സഭയുടെ സൂര്യനും അഭിമാന സ്തംഭവും, തിരുസഭയിലെ വേദപാരംഗതൻ, വിശുദ്ധിയുടെ വിളനിലം എന്നിങ്ങനെ വിശുദ്ധ അപ്രേമിനെക്കുറിച്ചുള്ള വിശേഷണങ്ങൾ നിരവധിയാണ്. ക്രിസ്തുവർഷം ഏകദേശം 306 സിറിയയുടെയും ആധുനിക തുർക്കിയുടെയും അതിർത്തിക്കടുത്തുള്ള നിബിസിസ് പട്ടണത്തിലാണ് അപ്രേം ജനിച്ചത്. ആ സമയത്ത് നിബിസിസ് റോമ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു. ചെറുപ്പം മുതൽ അമ്മയിൽ നിന്ന് നല്ല വിശ്വാസ പരിശീലനം ലഭിച്ചെങ്കിലും ആത്മീയ ജീവിതത്തിൽ അപ്രേം പിന്നിലായിരുന്നു. എന്നാൽ പിന്നീട് അദ്ദേഹം അനുതാപത്തിൻ്റെയും രക്ഷയുടെയും പാതയിലേക്ക് കടന്നു വന്നു. ഒരിക്കൽ ചെയ്യാത്ത തെറ്റിന് മോഷണക്കുറ്റം ചുമത്തി അപ്രേമിനെ ജയിലിലടച്ചു. അവിടെ വച്ച് ഒരു മാലാഖ സ്വപ്നത്തിൽ അദ്ദേഹത്തോട് സംസാരിക്കുകയും ജീവിതം വിശുദ്ധീകരിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. കഴിഞ്ഞകാല തെറ്റുകളെയോർത്ത് അപ്രേമിൻ്റെ ഹൃദയം അനുതാപത്താൽ നിറഞ്ഞു. തുടർന്ന് അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കി ജയിലിൽ നിന്ന് വിട്ടയച്ചു. നിബിസിസിലെ ബിഷപ്പും സന്യാസിയുമായ വിശുദ്ധ യാക്കോബിൻ്റെ അടുക്കൽ ഉപദേശം സ്വീകരിക്കുവാനായി അപ്രേം എത്തി. യാക്കോബ് മെത്രാൻ അപ്രേമിനെ തൻ്റെ ശിഷ്യനായി സ്വീകരിക്കുകയും അദ്ദേഹത്തിൻ്റെ സ്കൂളിൽ പഠിപ്പിക്കുകയും സന്യാസ ജീവിതത്തിലേക്ക് നയിക്കുകയും ചെയ്തു. ഈ പരിശീലനത്തിലൂടെയും ക്രിസ്തീയ സൗമ്യത, എളിമ, ദൈവഹിതത്തോടുള്ള സമർപ്പണം, പ്രലോഭനങ്ങളെ നേരിടാനുള്ള ശക്തി തുടങ്ങിയ കൃപകളാൽ അപ്രേം നിറഞ്ഞു. തൻ്റെ ശിഷ്യൻ്റെ മഹത്തായ കഴിവുകൾ മനസ്സിലാക്കിയ യാക്കോബ് മെത്രാൻ അപ്രേമിൻ്റെ കഴിവുകൾ പ്രയോജനപ്പെടുത്തി. സുവിശേഷം പ്രസംഗിക്കാനും തൻ്റെ സ്കൂളിൽ പഠിപ്പിക്കാനും അപ്രേമിനെ ചുമതലപ്പെടുത്തി. മാർ യാക്കോബിൽ നിന്നും അപ്രേം ഡീക്കം പട്ടം സ്വീകരിച്ചു. അയോഗ്യനും പാപിയുമെന്ന് സ്വയം കരുതിയിരുന്ന അപ്രേം തൻ്റെ എളിമയാൽ പുരോഹിതനാകാൻ വിസമ്മതിച്ചു. 325 നിക്കിയ സുനോദോസിൽ പങ്കെടുക്കാൻ യാക്കോബ് മെത്രാൻ പോയപ്പോൾ അപ്രേമിനെയും കൂടെ കൊണ്ടുപോയി. 40 വർഷങ്ങൾ ആഴമായ തപസ്സിലും പ്രാർത്ഥനയിലും വ്യാപരിച്ചുകൊണ്ടും വിവിധ ശുശ്രൂഷകൾ ചെയ്തുകൊണ്ടും അപ്രേം നിബിസിസിൽ സന്യാസ ജീവിതം നയിച്ചു. തൻ്റെ കഴിവുകൾ ദൈവമഹത്വത്തിനായി അദ്ദേഹം ഉപയോഗിച്ചു. അപ്രേമിൻ്റെ ഏറ്റവും മഹത്തായ സംഭാവന അദ്ദേഹം എഴുതിയ പുസ്തകങ്ങളാണ്. മറ്റുള്ളവരെ വിശ്വാസം പഠിപ്പിക്കുന്നതിനും ആരാധനയ്ക്കുമായി ഏകദേശം 400 പാട്ടുകളും 3000 കവിതകളും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. മനുഷ്യാവതാരം, ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഉദ്ദേശം, കൂദാശകൾ, പരിശുദ്ധ കന്യകാമറിയം തുടങ്ങിയ വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന അദ്ദേഹത്തിൻ്റെ രചനകൾ മാധുര്യമുള്ളതും ആഴമായ ഉൾക്കാഴ്ചകൾ നൽകുന്നതും ദൈവശാസ്ത്രപരമായി സമ്പന്നവുമായിരുന്നു. തെറ്റായ പ്രബോധനം നൽകുന്ന ഭാഷാന്തരക്കാർ കവിതകളും പാട്ടുകളും അതിനായി ഉപയോഗിച്ചപ്പോൾ അപ്രേം സ്തുതിഗീതങ്ങളിലൂടെയും കവിതകളിലൂടെയും ശരിയായ പഠനങ്ങൾ ജനഹൃദയത്തിൽ പതിപ്പിക്കാൻ തീഷ്ണതയോടെ പ്രവർത്തിച്ചു. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിൻ്റെ വീണ എന്ന് വിശുദ്ധ അപ്രേം വിളിക്കപ്പെടുന്നത്. ക്രിസ്തുവർഷം 363 പേർഷ്യക്കാർ നിബിസിസ് കീഴടക്കി. അപ്പോൾ ക്രിസ്ത്യാനികൾ അവിടെ നിന്ന് പുറത്താക്കപ്പെട്ടു. അവിടെ നിന്ന് 125 മൈൽ അകലെയുള്ള ഒരു ക്രിസ്ത്യൻ നഗരമായ എഡേസയിലേക്ക് അപ്രേം താമസം മാറ്റി. ധാരാളം വിശുദ്ധ സന്യാസികൾ അവിടെ ഉണ്ടായിരുന്നു. അപ്രേം അവരോടൊപ്പം താമസിച്ചുകൊണ്ട് പഠിപ്പിക്കുകയും എഴുതുകയും വിവിധ ശുശ്രൂഷകളിൽ ഏർപ്പെടുകയും ചെയ്തു. എഡേസയിൽ അപ്രേം ഒരു വിദ്യാലയം സ്ഥാപിക്കുകയും അത് പിന്നീട് വളരെ പ്രശസ്തമായ ഒരു ക്രിസ്തീയ പഠന കേന്ദ്രമായി മാറുകയും ചെയ്തു. എല്ലാ ദിവസവും തൻ്റെ ഏകാന്തതയിൽ നിന്ന് പുറത്തു വന്ന് പ്രായോഗിക വിശ്വാസ ജീവിതത്തെക്കുറിച്ച് ജനങ്ങളെ പഠിപ്പിച്ചിരുന്നതുകൊണ്ട് അനുദിന ജീവിതത്തിൻ്റെ വിശുദ്ധനെന്ന് അദ്ദേഹം അറിയപ്പെട്ടു. ഏറ്റവും നിസ്സാരനും മോശക്കാരനുമായി സ്വയം കരുതിയിരുന്ന വിശുദ്ധ അപ്രേം തൻ്റെ അവസാന കാലത്ത് ഈജിപ്തിലേക്ക് പോവുകയും അവിടെയുള്ള സന്യാസിമാരോടൊത്ത് കുറേ കാലം താമസിക്കുകയും ചെയ്തു. മടക്കയാത്രയിൽ അദ്ദേഹം കപ്പദോച്ചിയയിലെ സിസേറിയയിൽ വിശുദ്ധ ബേസിലിനെ സന്ദർശിച്ച് കുറേ കാലം അവിടെയും താമസിച്ചു. അപ്രേമിനെ വൈദികനും ബിഷപ്പുമൊക്കെയാക്കാൻ വിശുദ്ധ ബേസിൽ ആഗ്രഹിച്ചെങ്കിലും അദ്ദേഹം സമ്മതിച്ചില്ല. എഡേസയിൽ മടങ്ങിയെത്തിയ അപ്രേം ഏകാന്തതയിൽ ജീവിക്കാൻ ആഗ്രഹിച്ചെങ്കിലും ദൈവിക പ്രേരണയാൽ അദ്ദേഹം മറ്റുള്ളവർക്ക് ശുശ്രൂഷ ചെയ്തു. എഡേസ വലിയ ക്ഷാമത്തെ നേരിടുകയായിരുന്നു. തൻ്റെ പ്രസംഗങ്ങളിലൂടെ ദരിദ്രർക്ക് സഹായം നൽകാൻ
അദ്ദേഹം സമ്പന്നനെ പ്രേരിപ്പിച്ചു. വിശ്വാസികളിൽ നിന്നും സംഭാവനകൾ സ്വീകരിച്ചുകൊണ്ട് ദരിദ്രർക്കും രോഗികൾക്കുമായി അദ്ദേഹം ഒരു ഭവനം നിർമ്മിച്ചു. തുടർന്ന് അദ്ദേഹം എഡേസയ്ക്കടുത്തുള്ള ഒരു ഗുഹയിലേക്ക് പോയി ജീവിതാവസാനം വരെ അവിടെ പ്രാർത്ഥനയിൽ ചിലവഴിച്ചു. ക്രിസ്തുവർഷം 373 എഡേസയിൽ പ്ലേഗ് പടർന്നു പിടിച്ചപ്പോൾ അപ്രയം രോഗികളെ ശുശ്രൂഷിക്കുകയും അതേ തുടർന്ന് രോഗിയായി തീർന്ന അപ്രയം സ്വർഗത്തിലേക്ക് യാത്രയാവുകയും ചെയ്തു. 1920 ബെനഡിക്റ്റ് 15 പാപ്പ വിശുദ്ധ അപ്രേമിനെ സഭയുടെ വേദപാലകനായി പ്രഖ്യാപിച്ചു.